അരുൺ സാർ സമാധി പൊളിക്കുന്നുണ്ടെങ്കിൽ ന്യൂസ് ലൈവ് കൃത്യമായിട്ട് കാണിക്കണം എന്ന് പറയുന്നു. അത് കാണിക്കാൻ ശ്രമിക്കാം. തീർച്ചയായിട്ടും അത് ലൈവായി തന്നെ കാണിക്കേണ്ടി വരും നമുക്ക്. പ്രിയപ്പെട്ടവരെ, എൻ്റെ പേരക്കുട്ടി എസബലിലേക്ക് ഒരു ഗുഡ് മോർണിംഗ് പറയാമോ എന്ന് സോണിയ ചോദിക്കുന്നു. തീർച്ചയായിട്ടും എസബലിലെ കുട്ടി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ആലപ്പുഴയിലേക്ക് പോയി വരാം. അവിടെ CPM-ന്റെ ആലപ്പുഴ ജില്ലാ സമ്മേളനം നടക്കുകയാണ്. ജില്ലാ നേതൃത്വത്തിൽ മാറ്റമുണ്ടായേക്കില്ല എന്നാണ് ആലപ്പുഴയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ശരത് റിപ്പോർട്ട് ചെയ്യുന്നത്. ജില്ലാ സെക്രട്ടറിയായി R. നാസർ തന്നെ തുടർന്നേക്കും. ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. പുതിയ ജില്ലാ കമ്മിറ്റിയെയും ഇന്ന് തെരഞ്ഞെടുക്കും. വിവരങ്ങളുമായി ശരത് SS ചേരുന്നു. ശരത്ത്, ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ വിമർശനം ഉന്നയിച്ചു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയും മറുപടി പറയും എന്നാണ് മനസ്സിലാക്കുന്നത്. പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉടനീളം ഈ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് സമ്മേളനം അവസാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ ഒന്ന്, നേതൃത്വത്തിൽ മാറ്റമുണ്ടാവില്ല. R. നാസർ തന്നെ ജില്ലാ സെക്രട്ടറിയായിട്ട് തുടരും എന്നാണ്. പാർട്ടിയിൽ പ്രതിനിധി സമ്മേളനങ്ങളിലൊക്കെ ഉയർത്തിയ വിഷയങ്ങൾക്ക് ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ മറുപടി പറയുമോ പൊതുസമ്മേളനത്തിൽ ശരത്? അരുൺകുമാർ, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ 2 ദിവസം നടന്ന സമ്മേളനത്തിൽ ഇതുവരെയും പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഒരു രൂക്ഷമായ വിമർശനമൊന്നും തന്നെ വന്നില്ല എന്നുള്ളതാണ്. അതായത് പാർട്ടിയിൽ പല പ്രശ്നങ്ങളുണ്ട്. അതായത് വിഭാഗീയ പ്രശ്നങ്ങൾ ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽപ്പ് പോലും അതിലൊന്നും ഒരു കാര്യമായ ഒരു വിമർശനം ഈ സമ്മേളനത്തിൽ വന്നില്ല എന്നുള്ളതാണ്. 2 ദിവസം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയുണ്ടായിരുന്നു, പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ ആ ചർച്ചയിലൊന്നും കാര്യമായ വിമർശനം സംഘടനാപരമായ പാർട്ടിക്കെതിരെയോ പാർട്ടിയുടെ നിലപാടിനെതിരെയോ തന്നെയൊന്നും വന്നിട്ടില്ല. നിരവധി വിവാദങ്ങൾ പൊതുവെ ഉണ്ടായതാണ്. പക്ഷെ അത്തരം വിവാദങ്ങളിൽ പോലും അത് ചർച്ചയിലേക്ക് കടന്നു വന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഒപ്പം NCP-യെയും അതേപോലെ തന്നെ CPI ഉൾപ്പെടെയുള്ള സംഘടനകളെയും വിമർശിക്കുന്ന സാഹചര്യവും ഉണ്ടായി. കുട്ടനാട് സീറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു NCPക്ക് വിമർശനം. തോമസ് കെ തോമസ് MLA ഇത്തരത്തിൽ തെക്കും വടക്കും അറിയാത്ത ആളാണ്, കരാറുകാരിൽ നിന്ന് പണം വാങ്ങുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിമർശനമായി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ രീതിയിൽ CPIM-നെ വിമർശിച്ചിട്ടുണ്ട്. IM-ന്റെ നിലപാടുകളെയോ ജില്ലയിലെ വിഭാഗീയതയോ ഒന്നും തന്നെ വിമർശിക്കാതെയാണ് ഈ സമ്മേളനം കടന്നുപോയത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. എന്തായാലും ഇപ്പോൾ ജില്ലാ സമ്മേളനം ഇന്നിപ്പോൾ പുതിയ കമ്മിറ്റി ഭാരവാഹികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ ബാക്കി നിൽക്കുന്ന പ്രധാന നടപടി. ഇന്നിപ്പോൾ രാവിലെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കും. സൂചിപ്പിച്ചതുപോലെ ജില്ലാ സെക്രട്ടറിയായി R. നാസർ തന്നെ തുടർന്നേക്കുമെന്നുള്ളതാണ് സൂചന ലഭിക്കുന്നത്. നിലവിൽ എന്തായാലും സജി ചെറിയാൻ വിഭാഗമാണ് ഭൂരിഭാഗം ഏരിയ കമ്മിറ്റികളിൽ ഉള്ളതെങ്കിൽ പോലും അവർക്കൊന്നും തന്നെ നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരുന്നതിൽ എതിർപ്പില്ല. മാത്രമല്ല, പ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ നാസറിന് പാർട്ടി ഭരണഘടന പ്രകാരം നാസറിനെയും സമയം ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വവും അതിന് അനുകൂലമാകുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പാർട്ടിക്കെതിരെയോ സർക്കാരിനെതിരെയോ രൂക്ഷ വിമർശനങ്ങളൊന്നും ഉയർത്താതെയാണ് ആലപ്പുഴ ജില്ലാ സമ്മേളനം അവസാനിക്കുന്നത് എന്നാണ് ശരത്ത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്.